അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ നിഹാല ഈസി ഹോം കുക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, ഞാനും ഉമ്മ അനിയത്തി നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിങ്ങിനെന്ന് പറയുമ്പം അതായത് എൻ്റെ ആവശ്യത്തിന് അവരെൻ്റെ കൂടെ വരികയാണ് കേട്ടോ. മക്കൾക്ക് എടുക്കണം ഡ്രസ്സ് കല്യാണത്തിലേക്ക്, പിന്നെ എനിക്ക് ഒരു ചുരിദാർ എടുക്കണം. നമ്മൾ നമുക്ക് റിസപ്ഷൻ പരിപാടിയാണ് കേട്ടോ മെയിനായിട്ട്. അതിന് നമ്മളെല്ലാവരും സാരിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പെണ്ണിൻ്റെ അവിടേക്ക് പോകാൻ ഒരു ചുരിദാർ എടുക്കണം, പിന്നെ കുട്ടികൾക്ക് ഉച്ചക്കത്തേക്കും രാത്രിയിലേക്കും എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ അധികം ഒരു കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് പാർട്ടി വെയർ ഡ്രസ്സ് അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവരെപ്പോഴും പാർട്ടി വെയർ ആയിട്ട് ഇട്ട് നടക്കൂലല്ലോ ഇപ്പോൾ നമ്മളെപ്പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വെസ്റ്റേൺ ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. മൂത്താൾക്കാണ് ആദ്യം നോക്കിയത് കേട്ടോ. അവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നത് വീഡിയോയിൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് ചെറിയ ആൾക്ക് വേണ്ടി നോക്കിയാൽ കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു കോട്ട് സെറ്റ്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഇതാക്കാമെന്ന് വിചാരിച്ച്, മറ്റാൾക്ക് രാത്രി അതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൽ നിന്ന് ഒരു ടീഷർട്ട് നെഹിയാൻക്ക് മൂത്ത ആൾക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മാച്ചപ്പായിട്ട് ആ ഒരു ജീൻസും എടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ബില്ലൊക്കെ ആക്കി ഞാൻ SM സ്ട്രീറ്റിൽ തന്നെ നൂറയിലാട്ടോ പോയത്. പിന്നെ എനിക്ക് എടുക്കാനായിട്ട് പോയത് സൈറയിലാണ്, കോയിൻകോ ബസാർ, എൻ്റെ മാമൻ്റെ ഷോപ്പിലാട്ടോ. അപ്പം അവിടെ പോയി വേഗം ആ ഒരു ഡിസൈനർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓവർ അങ്ങനെ വർക്കൊന്നുമല്ല, ഒരു ഡിസൈനർ പീസാണ്. പിന്നെ ഉമ്മക്ക് ഈ ഒരു കോട്ടൺ സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ പരതാണ്. ഇപ്പോൾ പരതൻ്റെ അടിയിൽ നമുക്ക് തലേന്ന് പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാമനായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഓട്ടോ കയറാണ്. നേരെ വീട്ടിലോട്ടല്ല കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു പൂതി. ഇപ്പം എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും തിന്നാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാനും കഴിയുക കേട്ടോ. പക്ഷേ നമുക്ക് വീട്ടിലാവുമ്പം എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ എനിക്ക് കേത്തൽ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്പ്രിങ് ചിക്കനോട് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപാട് നമ്മൾ കേത്തൽ ചിക്കൻ 2 സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഈ ഒരു നമുക്ക് പോയപാട് വെറുതെ തരും, ലൈമ് തരും. പക്ഷെ ഞാൻ എക്സ്ട്രാ ഒരു കുപ്പിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് എന്താ പറയുക, നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഛർദ്ദിച്ച ആ തൊണ്ടയിലേക്ക് അതിങ്ങോട്ട് കയറുമ്പോഴേ. അങ്ങനെ ചപ്പാത്തി സെറ്റാണ്. ചപ്പാത്തി നെയ്സ് പത്തിരി ഒക്കെ ഉണ്ട്. പിന്നെ നെയ്ച്ചോറ്, ലിവർ ഫ്രൈ, അങ്ങനത്തെ ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ഇവിടെ കിട്ടില്ല. ഇത് മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ജ്യൂസ് ഐറ്റംസ്, മൊജിത്തോ അങ്ങനെ ഒന്നും ഇവിടെ പ്രതീക്ഷിച്ചാരും പോകണ്ട. പക്ഷേ ഈ ഒരു ഐറ്റം കഴിക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ആസ്വദിച്ച് കഴിച്ചെന്നല്ല, നമ്മൾ 2 സെറ്റുള്ളത് 3 സെറ്റ്, ഒരു സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മയും അനിയത്തിയൊക്കെ അത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനിവരെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തെന്നായാലും നല്ല വെടുപ്പാക്കി കഴിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലുകളാണ് കേട്ടോ. അത് നല്ല രാഹത്തുണ്ടായിരുന്നു. എത്ര കഴിച്ചാലും വയറ് നിറയാത്തൊരു ഫീലിംഗ് ആട്ടോ കേത്തൽ ചിക്കൻ കഴിക്കുമ്പം. കഴിച്ചവർക്ക് അറിയാൻ പറ്റും. എന്തെന്നായാലും നല്ല രാഹത്തായി. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും ഓട്ടോ കയറി നമ്മളിനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എത്രയും ബൈ.